സാറ്റർഡേ ആഫ്റ്റർനൂൺ മീഡിയ സെമിനാർ ഹോസ്റ്റ് ചെയ്യുന്നതും മോഡറേറ്റ് ചെയ്യുന്നതും കാനഡയിൽ നിന്നുള്ള ടീമാണ്. ആദ്യമായിട്ട് വിനോദ് ജോൺ സ്റ്റേജിൽ വന്ന് ഈ ഒരു സെഗ്മെൻറ്റ് മോഡറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ മീഡിയ സെമിനാറിൻ്റെ വിഷയം ഹൗ ന്യൂസ് ഇമ്പാക്ട്സ് ന്യൂസ് കണ്ടൻറ്റ് ഇൻ മലയാളം മീഡിയ എന്നുള്ളതാണ്. അമേരിക്കയിലിരുന്ന് ഇത് സംസാരിക്കുമ്പോൾ വളരെ പ്രസക്തമായൊരു വിഷയമാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് കാനഡയിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി നടന്നൊരു വലിയ സംഭവമാണ് മഹാ ഓണം എന്ന് പറയുന്നത്. 10,000-20,000-ലേറെ പേർ ഒരു സ്ഥലത്ത് കൂടി ഓണം ആഘോഷിക്കുന്ന ആ പരിപാടി ഇത്തവണ വീണ്ടും നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അയർലൻഡിൽ ഇന്ത്യക്കാരും മലയാളികളും അല്ലെങ്കിൽ കാണിച്ച പ്രശ്നത്തിൻ്റെ പേരുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് ചില മാധ്യമങ്ങൾ നാട്ടിൽ നിന്ന് അതിനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ഞാൻ ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് ഓൾ ദ ചാപ്റ്റർ മെമ്പേഴ്സ് ഫ്രം കാനഡ. ഞാൻ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മുടെ ഈ സെഷൻ്റെ വിഷയമെന്ന് പറയുന്നത് ഹൗ വേൾഡ് ന്യൂസ് ഇമ്പാക്ട്സ് ന്യൂസ് കണ്ടൻറ്റ് ഇൻ മലയാളം മീഡിയ. സ്വാഭാവികമായും ഗൾഫ് വാർത്തകൾ ചാനൽ നമ്മുടെ ഇന്ത്യ വാർത്തകൾ പുറമെ ഏറ്റവും അധികം എല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയിലെ വാർത്തകളിലേക്ക് കൂടുതലായി വന്നു. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം കാനഡയാണ്. അതിന് കാരണം 100 കണക്കിന് വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ 100 കണക്കിന് പുതിയ കുടിയേറ്റക്കാരാണ് ഓരോ വർഷവും കാനഡയിലേക്ക് വരുന്നത്. അപ്പോൾ കാനഡയിൽ നടക്കുന്ന ഓരോ ചലനവും അറിയാൻ നാട്ടിലുള്ളവർക്ക് താല്പര്യമുണ്ട്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അമേരിക്കൻ വാർത്തകൾ എന്നും മലയാള മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഗൾഫ് വാർത്തകൾ പോലെ തന്നെ. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചത് അയർലൻഡിലെ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് കാനഡയിലെ ഓണം ആഘോഷത്തെക്കുറിച്ച് നാട്ടിലിരുന്ന് ഒരു വലിയ റിപ്പോർട്ട് കണ്ടു. ഇങ്ങനെ പോയാൽ അവർ അടി വാങ്ങിച്ചു കൂട്ടുമല്ലോ എന്നതായിരുന്നു വാർത്തയുടെ കണ്ടൻറ്റ്. ആ നെഗറ്റീവ് വാർത്ത ആയതുകൊണ്ട് തന്നെ അത് ഒത്തിരി പേര് കണ്ടു. പക്ഷേ അവിടെ നിയമാനുസൃതം ഇത്തരം പരിപാടികൾ നടത്താൻ അനുവദിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് 10,000-കണക്കിന് ആളുകൾ വന്നത് എന്നത് മനസ്സിലാക്കാതെയായിരുന്നു ആ റിപ്പോർട്ട്. അപ്പം തീർച്ചയായും വിദേശത്തു നിന്നുള്ള വാർത്തകൾ ഏതൊരു മാധ്യമവും കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ അവിടെ ഇരുന്ന് പറയുന്നത് ശരിയാവണമെന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ കൺഫേം ചെയ്യാവുന്ന പല കാര്യങ്ങളും നമുക്കതുപോലെയുള്ള സൗഹൃദ വലയങ്ങളുണ്ട്. അത് ഉറപ്പാക്കി ചെയ്യുന്നത് എപ്പോഴും മാധ്യമ പ്രവർത്തനത്തിൽ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളിയായി മാറുന്നു എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ഞാൻ വേദിയിലേക്ക് നമ്മുടെ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ അതിഥികളെ ക്ഷണിക്കുകയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം, ഹാഷ്മി വേദിയിലേക്ക് വരാം. സുജയ പാർവതി, മോത്തി രാജേഷ്, ബാക്കിയുള്ള അതിഥികൾ അവർ വരുന്ന മുറയ്ക്ക് ചേരും എന്ന് വിശ്വസിക്കുന്നു. മനോരമയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊരു എല്ലാവരും തമാശയ്ക്ക് പറയുമായിരുന്നു, എന്ത് വാർത്തയിൽ എവിടെയെങ്കിലും ഒരു മലയാളി ബന്ധമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു എക്സ്പേർട്ടിസം മനോരമ കാണിക്കുമായിരുന്നു. അത് ശരിക്കും ആ വാർത്തയിലേക്ക് നമ്മുടെ വായനക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അത് വളരെ രസകരമായ എൻ്റെ പല കഥകളുണ്ട്. ഇന്നിപ്പോൾ ആണെങ്കിൽ ഇൻഫോഗ്രാഫിക്സിൻ്റെ പേരിൽ അത് പറയുന്നു. സോ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിദേശ വാർത്തകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ മുമ്പത്തേക്കാൾ ഉപരി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരും ഇത്തരം കാര്യങ്ങളുമായിട്ട് വളരെ എക്സ്പോസ്ഡ് ആണ്. ആ സമയത്ത് ഒരു മാധ്യമം രംഗത്ത് പ്രവർത്തിക്കുന്നവർ കാണിക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. ഹാഷ്മി തുടങ്ങാമല്ലോ. അപ്പോൾ എല്ലാ കാലത്തും മലയാള മാധ്യമങ്ങളിൽ നമ്മുടെ വിദേശ വാർത്തകൾ നിറഞ്ഞിരുന്നു. അതിന് കാരണം മലയാളി ഒരു ഗ്ലോബൽ പൗരനായിട്ട് ഈ അടുത്ത കാലത്തായതല്ല, അത് വർഷങ്ങളായി. ഈ മൈഗ്രേഷൻ്റെ ചരിത്രമൊക്കെ അതിന് കാലങ്ങളായി അതിന് ചരിത്രമുള്ളത് കൊണ്ട് തന്നെ ആ കാലങ്ങളിലൊക്കെ ഏറിയും കുറഞ്ഞുമൊക്കെ വിദേശ വാർത്തകൾ മലയാള മാധ്യമ ന്യൂസ് കോണ്ടന്റുകളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, എന്നാലും തർക്കമില്ല. പക്ഷേ
ഈ അടുത്ത കാലത്ത് എന്താണ് ആ എലമെൻറ്റ്, ആ കണ്ടന്റ് കുറച്ച് കൂടുന്നുണ്ട്, അത് കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. പ്രേക്ഷകർ അത് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കാണാം. ഇപ്പോൾ 3 ദിവസം കൊണ്ട് തുടങ്ങി 3 വർഷം കൊണ്ട് അവസാനിക്കുമെന്ന് പറഞ്ഞ യുദ്ധമാണ് യുക്രൈൻ യുദ്ധം. അവസാനിക്കാത്ത, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അന്ന് യുക്രൈൻ യുദ്ധത്തെ തുടക്കകാലത്താണ്, ആദ്യകാലത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അധികം ആഴത്തിലുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ എത്രത്തോളം മലയാളികൾ, ഇത്രയധികം മലയാളികൾ അവിടെ ഉണ്ടോ എന്നൊന്നും ആ സമയത്ത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് വഞ്ചൂരോട് പോയപ്പോഴത്തേക്ക് വഞ്ചൂർ ഒരു ചായക്കടച്ചേട്ടനുണ്ട്, ശശിധരൻ എന്നാ പേര്. പുള്ളി ചോദിച്ചു, എടാ എന്താ ലുഹാൻസ്ക് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ യുക്രൈൻ അകത്തുള്ള ഒരു സിറ്റി റഷ്യ പിടിച്ചോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ആ വാർത്ത എത്രത്തോളം മലയാളിക്ക് താല്പര്യമുണ്ട്. നമ്മൾ പിന്നെ ആ ദിവസങ്ങളിൽ ഉടനീളം, ആ യുക്രൈൻ യുദ്ധത്തിൽ ഉടനീളം വലിയ വാർത്തകൾ, ആ വാർത്തകൾ കിട്ടുന്ന വലിയ പോപ്പുലാരിറ്റി, ആ വാർത്തയെ ബന്ധപ്പെട്ട വീഡിയോകൾ കിട്ടുന്ന വലിയ വ്യൂ ഒക്കെ കാണുമ്പോഴേക്കും എത്രത്തോളം ആ വാർത്തയ്ക്ക് മലയാളിക്ക് താല്പര്യമുണ്ട് എന്നറിയാനുള്ള കാരണം അത് യുക്രൈനിൽ നടക്കുന്ന ഒരു സംഭവം കൂടി മാത്രമല്ല, യുക്രൈനിൽ ഒരുപാട് മലയാളികൾ, ഇത്രത്തോളം കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്, ഇത്രത്തോളം മലയാളികൾ അവിടെ ഉണ്ട്, അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസങ്ങൾ കൂടിയായിരുന്നു അത്. അന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ലോകത്തിലെ ഏത് ഭാഗത്തും, ഇപ്പോൾ ലോകത്ത് ഈ പറയുന്ന 180 രാഷ്ട്രങ്ങളിൽ മലയാളി ഇല്ലാത്ത അപൂർവം ചില രാഷ്ട്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എല്ലായിടത്തും കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മലയാളിയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ നടക്കുന്ന വാർത്തയും ഇപ്പോൾ നിലവിൽ വലിയ വാർത്ത. ഈ 2 യുദ്ധങ്ങൾ, അതിനുശേഷം ഉണ്ടായ യുദ്ധമാണ് ഇപ്പോൾ പലസ്തീൻ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. ഉറപ്പായും അതിന് യുക്രൈൻ പോലെയല്ല, അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ പലസ്തീൻ എന്ന രാജ്യത്തെ സ്നേഹിച്ചവരാണ്. ഇന്ത്യയുടെ നമ്മൾ തുടക്കകാലം മുതൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഒരുപക്ഷെ ആ കാരണങ്ങൾ, മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആ വാർത്തയും ഈ ദിവസങ്ങളൊക്കെ ഒരു ദിവസം ഇല്ലാത്തവണ്ണം, ഒരു ദിവസം പോലും നമ്മുടെ ന്യൂസ് റൂമുകളിൽ നിന്നും ഈ യുദ്ധവാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഈ പോയ വർഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ വാർത്തകൾ എപ്പോഴും കയറുന്നുണ്ട്. പക്ഷേ കൂടുതൽ അഗ്രസീവായി കയറാൻ തുടങ്ങിയത് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷവും പല നിലപാട് മാറ്റങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അത് ഇവിടുത്തെ പ്രവാസി മലയാളികളെ ബാധിക്കുന്നു എന്നതിലുപരി ഇന്ത്യ അമേരിക്ക നയതന്ത്രബന്ധം വഷളാവുന്ന കാര്യങ്ങളിലൊക്കെ ഘട്ടങ്ങളിലേക്കൊക്കെ എത്തി. അവിടെയാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ കാര്യം. ഇപ്പോൾ അവിടെ നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും നമ്മൾ നേരിടുന്ന ഒരു ധാർമ്മിക പ്രതിസന്ധി അവിടെ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിശക്തമായി ആ രാജ്യത്തിന് വേണ്ടി വാദിക്കാം, അല്ലെങ്കിൽ ആ രാജ്യത്തെ മലയാളികൾക്ക് വേണ്ടിയും ആ രാജ്യത്തിന് വേണ്ടിയും ഒക്കെ അതിശക്തം വാദിക്കാം. ഇപ്പോൾ ആ രാജ്യം നമുക്ക് നമ്മളുമായിട്ട് ഉടക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷകാലം, ഒരു വാക്ക് സംഘർഷകാലം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന് ഒപ്പം നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഞാനൊരു ആ സമയത്ത് ഒരു ഇൻട്രോ അടിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ രൂക്ഷമായ ഭാഷയിൽ ഇൻട്രോ പറഞ്ഞു. അപ്പോൾ അന്ന് മധുക്കൊട്ടറൊക്കെ പറഞ്ഞു ഒന്ന് മയത്തിപ്പിടിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആലോചിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കൺസേൺ അത് അമേരിക്കയിലുള്ള മലയാളി സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും ഒക്കെ കൺസേൺ ആണ്. പക്ഷേ ആ ഒരു ധർമ്മസങ്കടം അവിടെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ട്രംപ് തുടരുന്നിടത്തോളം കാലം ഈ പറയുന്ന അമേരിക്കൻ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ 24 PP ജെയിംസ് സാറൊക്കെ രാവിലെ ജെയിംസ് സാറിനെ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ചോദിക്കും ജെയിംസ് എവിടെ ചോദിക്കും എന്ന് പറഞ്ഞാൽ രാവിലെ കിട്ടാനുള്ള ഡോസ്, ഈ പറഞ്ഞ രാവിലെ കിട്ടാനുള്ള ആ വിദേശ വാർത്ത, രാജ്യാന്തര വാർത്ത ഡോസ് അവർക്ക് കിട്ടിയാൽ മതിയാകുമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ജെയിംസ് സാറിനെ തേടി കത്തയക്കുകയും ജെയിംസ് സാറിനെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിദേശ വാർത്തകൾക്ക് വലിയ സ്വാധീനമുള്ള പ്രേക്ഷകർ അത് കൂടുതൽ ആരായുന്ന, കൂടുതൽ ചോദിക്കുന്ന ഒരു കാലമാണ്. ഉറപ്പായും പറയാം, ബാക്കി കാലത്തൊന്നും ഇല്ലാത്തവണ്ണം മലയാള മാധ്യമത്തിൽ അല്ലെങ്കിൽ വാർത്തകളിൽ വിദേശ വാർത്തകൾ കൂടുതൽ നിറയുകയും അത് പ്രേക്ഷകർ കാണുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. ഹാഷ്മി പറഞ്ഞ പോലെ യുക്രൈനും ഗാസയും ട്രംപും മാത്രമല്ല ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ വാർത്ത കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെക്കാൾ മുൻപേ ധാരണയുള്ളവരാണ് നമ്മുടെ വായനക്കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ കൂടുകയുള്ളൂ. ഇനി അങ്ങോട്ടുള്ള കാലം ഓരോ നിമിഷവും അവർ നമ്മളെക്കാൾ മുമ്പേ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദേശ വാർത്തകളുമായി ബന്ധപ്പെട്ട മാധ്യമരംഗത്തെ വെല്ലുവിളികളും അല്ലെങ്കിൽ അവസരങ്ങളും കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സുജയ പാർവതി.
വിദേശ പേജ് പത്രങ്ങളിൽ അതിൽ പോയി വിദേശ വാർത്ത വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആളുകൾ ധാരാളമുള്ള, അതായത് ഇൻ്റർനാഷണൽ പേജ് അതിനുവേണ്ടി ആ പേജിലേക്ക് പോയി വായിക്കുന്ന ആളുകളെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നേരത്തെ പി ജെയിംസ് സാറിൻ്റെ കാര്യം ഹാഷ്മി പറഞ്ഞത്. ഞാനവിടെ 2 വർഷം ജോലി ചെയ്താണ് 24-ൽ. അപ്പോൾ അദ്ദേഹം വന്ന് ഈ ഇൻ്റർനാഷണൽ വാർത്തകൾ പത്രങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നത് നോക്കും. അതോടൊപ്പം തന്നെ ഇരുന്ന് രാവിലെ മോർണിംഗ് ഷോ എൻഡ് ചെയ്യുമ്പോൾ SKN സാറിൻ്റെ മോർണിംഗ് ഷോ എൻഡ് ചെയ്യുമ്പോൾ ഒരു 9 മണിക്ക് ശേഷമാണ് ആ സ്ലോട്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, പി ജെയിംസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിയുടെ സ്ലോട്ട് എന്നാണ് SKN അതിനെ പറയുന്നത്. അപ്പോൾ പി വരാറായോ എന്ന് ചോദിക്കും. അങ്ങനെ പി ജെയിംസ് എന്ന് മുഴുവൻ പറയാറില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും രസകരമായിട്ട് വിദേശ വാർത്ത പറയുന്ന ഒരാൾ പി ജെയിംസ് സാറാണ്. മാത്രമല്ല സാർ അതിനകത്ത് സാറിൻ്റെതായ കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടി ഇടും. അതായത് കുറച്ച് പൊടിക്ക് പുട്ടിന് പീര ഇടുന്നത് പോലെ പുള്ളിയുടേതായിട്ടുള്ള ഒബ്സർവേഷൻസും എല്ലാം കൊണ്ടുവന്ന് വിദേശ വാർത്തയെ രസകരമാക്കി അവതരിപ്പിക്കാം. അങ്ങനെ ഒരു സ്ലോട്ട് ശരിക്കും ഏത് രാജ്യത്തെ ആയാലും സാർ എന്തെങ്കിലും പറയും. ചിലതൊക്കെ പഴയ വാർത്തയൊക്കെ ആയിരിക്കും, എന്നാലും അതിനകത്ത് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അതിനെ ഒന്ന് പുതുക്കി അവതരിപ്പിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാളി വ്യൂവേഴ്സ് ഇൻ്റർനാഷണൽ വാർത്തകൾക്ക് അങ്ങനെ ഒരു സെഗ്മെൻ്റായിട്ട് കാണാൻ, അല്ലെങ്കിൽ അതിന് നാട്ടിൽ നിൽക്കുന്ന ഒരാൾ യുക്രൈനെ കുറിച്ചൊക്കെ പറയുന്നത് തൊട്ടിപ്പുറത്ത് നിന്നിട്ടല്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളുടെ കമൻറ്റൊക്കെ വരും. പി തൊട്ടിപ്പുറത്തല്ലേ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കമൻറ്റൊക്കെ വരും. അതിനുശേഷം മറ്റ് ചാനലുകളിലായാലും എല്ലായിടങ്ങളിലും ഈ വിദേശ വാർത്ത എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഏഷ്യനെറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞ ലോകം പോയ വാരം, ഇപ്പോൾ അളകനന്ദ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകജാലകം, അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പോഴും റണ്ണിങ് ആണ്. അതൊക്കെ കാഴ്ചക്കാരുണ്ടാകുന്ന എന്തുകൊണ്ടാണ്? വിദേശ വാർത്തകളോട് മലയാളിക്ക് ഒരു താല്പര്യമുണ്ട്. അന്യനാട്ടിൽ ഇപ്പോൾ ഏത് നാട് എടുത്തു കഴിഞ്ഞാലും അത് മലയാളിക്ക് അന്യനാടല്ല. അതിപ്പോൾ അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും എല്ലായിടത്തും മലയാളിയുണ്ട്. അപ്പോൾ വിദേശം എന്ന് പറയുന്നത് മലയാളിക്ക് സ്വദേശമായി മാറിയിട്ടുള്ള ഒരുപാട് വീടുകൾ കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. പത്തനംതിട്ട ശരിക്കും പറഞ്ഞാൽ ഒരു NRI ക്യാപിറ്റലാണ്. ഇവിടെ തന്നെ ഇരിക്കുന്നവരിൽ എത്രയോ പേര് റാന്നിക്കാരും പത്തനംതിട്ടക്കാരും എല്ലാവരും. പത്തനംതിട്ടക്കാർ ഉള്ളവരൊന്ന് കൈ നോക്കിക്കുക, അപ്പോൾ നമുക്കറിയാൻ പറ്റും. കണ്ടോ എത്ര കൈയാണ് വരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നവരിൽ തന്നെ പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറയിലും ഉണ്ട്. അതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏത് രാജ്യത്തായാലും ആ രാജ്യത്തൊരു മലയാളി കണക്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുവോ സുഹൃത്തോ ആരെങ്കിലും ഒരാൾ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ എടുത്തു നോക്കിയാൽ മിക്കവാറും ഒരു 5 രാജ്യത്തെങ്കിലും ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ ഇല്ലാത്ത ഒരു മലയാളി ഉണ്ടാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ഒന്നിച്ച് ജോലി ചെയ്തവരോ അങ്ങനെ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള പരിചയത്തിലുള്ള, ഞാൻ അബ്ജോദിനെ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അബ്ജോദിന് വിദേശ വാർത്തകളിൽ വലിയ പ്രാവീണ്യമുള്ള ഒരാളാണ്. അബ്ജോദ് സദസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അബ്ജോദ് പ്ലീസ് കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിദേശ വാർത്തകൾ എന്ന് പറയുന്നത് വിദേശവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു കാരണം കൊണ്ടുകൂടിയാണ് മലയാളികൾ ഇത്രത്തോളം വിദേശ വാർത്തകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നത്. പിന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് അവിടെ എന്താണ് സംഭവിച്ചത്. ഇപ്പോൾ ട്രംപിൻ്റെ ചൈനയ്ക്ക് മേലുള്ള താരിഫ് ആണെങ്കിലും അത് എങ്ങനെയാണ് ഇവിടെ ഇന്ത്യക്ക് മേൽ വെച്ചിരിക്കുന്ന താരിഫ്, അത് എസ് ജയശങ്കറുമായുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ ആ താരിഫ് ലിഫ്റ്റ് ചെയ്യുമോ? അതുപോലെ തന്നെ ജോബ് ലോസിൻ്റെ കാര്യം വരുമ്പോൾ ഫെഡറൽ എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അവർക്ക് എന്താണ് സംഭവിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ബ്രേക്കിംഗ് ആയി ടിക്കറായി, അതായത് താഴെ എഴുതി കാണിക്കുന്ന സ്ക്രോളിംഗ് ആയി ഒക്കെ മലയാളം ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ X പ്ലാറ്റ്ഫോമിലായാലും ഫേസ്ബുക്കിലായാലും എല്ലായിടത്തും ഇൻ്റർനാഷണൽ വാർത്തകളുടെ അപ്ഡേറ്റുകൾ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും ഇൻ്റർനാഷണൽ വാർത്തകൾ നൽകുന്ന സൈറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന, അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. നമ്മളടക്കം എല്ലാവരും ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? നമുക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ദെയർ. അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഒന്നുകിൽ അറിയണം, അല്ലെങ്കിൽ കണ്ടറിയണം, അതല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വായിച്ചറിയണം. അതുകൊണ്ട് ഈ വിദേശത്ത് മലയാളി ഉള്ളിടത്തോളം കാലം വിദേശ വാർത്തയോട് മലയാളിക്ക് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിദേശ വാർത്തകൾക്ക് ഒരു സ്പേസ്, അത് ബീറ്റ് പ്രിൻറ്റ് ഓർ ടെലിവിഷൻ ഓർ ഡിജിറ്റൽ, അവിടെ ആ ഒരു സ്പേസ് കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദേശ വാർത്തകളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാൻ പറ്റുന്ന, ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ജോണി സാർ വന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ശ്രീ അബ്ജോദിനും ശ്രീ ജോണി ലൂക്കോസിനും സ്വാഗതം. ഫിലഡൽഫിയ ചാപ്റ്ററിലെ മെമ്പേഴ്സിനെ കഴിഞ്ഞ സെഷനിൽ മിസ് ചെയ്തിരുന്നു. അവർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജീമോൻ ജോർജ്, സുമോദ് നെല്ലിക്കൽ, രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കും. നമ്മുടെ ഈ താരിഫ് കുന്നത്ത് നാട്ടിൽ വരെ ചർച്ചയാണ്, രാഷ്ട്രീയമായി പോലും ചർച്ചയാണ്. അപ്പോൾ അത് മലയാളികൾ മൊത്തമായിട്ട് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ പോലും അത് വരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വിദേശകാര്യ വാർത്തകൾ കൈകാര്യം കൂടി ചെയ്ത് പരിചയമുള്ള അബ്ജോദിനെ ക്ഷണിക്കുന്നു. ഞാൻ ഓടി വന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാകും. വിദേശ വാർത്തകൾ
വിദേശ വാർത്തകൾക്ക് കേരളത്തോളം മാർക്കറ്റുള്ള വേറൊരു സ്ഥലം ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുള്ള അത്രയും മനുഷ്യർ വേറെ ഒരു നാട്ടിൽ നിന്നും പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ താരിഫിൻ്റെ കാര്യം പറഞ്ഞത്, താരിഫ് മാത്രമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ ട്രംപ് ആണോ ഹിലരി ആണോ അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിലും അതിൽ ഇവിടുത്തെ ചർച്ചയേക്കാൾ വലിയ ചർച്ച നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഇപ്പോൾ നമ്മൾ പഴയ NS മാധവൻ്റെ 4-ാം ലോകം എന്ന് വായിച്ചാൽ അതുപോലൊരു കഥ വേറെ ഒരു സ്ഥലത്ത് എഴുതപ്പെട്ടാൽ ഒരുപക്ഷെ ഓടില്ല. ഈ സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന ആളുകൾ അത് കഴിഞ്ഞ് തകർന്നതിന് ശേഷം എവിടെ ഇറങ്ങും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോലൊരു കഥ കേരളത്തിൽ മലയാളത്തിൽ പറയുന്നത് പോലെ വേറെ ഒരു സ്ഥലത്തും അതിന് ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ഒരു ഗ്ലോബൽ സ്റ്റോറി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, ആ കഥയെ കാണുന്നത്. എങ്കിലും അപ്പോൾ അതുകൊണ്ട് ഇനി വാർത്തയുടെ ന്യൂസ് റൂമിലേക്ക് വന്നാൽ വിദേശ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം എല്ലാവരും കൊടുക്കാറുണ്ട്. നമ്മുടെ ചാനലിലും കൊടുക്കാറുണ്ട്. അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ നമ്മുടെ അവിടെ ഡെസ്കിലൊരു കക്ഷി, അയാൾ വിദേശ വാർത്തകളിൽ ഉണരുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകിട്ട് അതിൽ ഉറങ്ങുക, അങ്ങനെ ഒരു മനുഷ്യനാണ്. ഞാൻ വിദേശ വാർത്തകളുടെ കാര്യം പറഞ്ഞത്, വിദേശ വാർത്തകൾക്ക് വലിയ പ്രേക്ഷകരുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അടിസ്ഥാന ധാരണ ഇപ്പം പറഞ്ഞ ഈ ചെറിയ പിള്ളേർക്ക് വരെ, നമ്മൾ നേരത്തെ പത്രം വായിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്കും ഇതേക്കുറിച്ച് വലിയ ധാരണയുണ്ട്. അതുകൊണ്ട് ആ ആളുകളിലേക്ക് അത് റീലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ എത്തുന്നത്. അവരും ഇതേക്കുറിച്ച് ഇത് കാണുകയും ഇതേക്കുറിച്ച് അഭിപ്രായം പറയുകയും, എൻ്റെ മൂത്ത മകനൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ചാനലിൽ പറഞ്ഞതിന് അതൊരു ആംഗിൾ ഫോക്കസ് ഒന്നും ഇല്ലായിരുന്നു, നിങ്ങളവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ, അങ്ങനെ പോരാ, അതങ്ങനെയല്ല, ഇത് ശരിയല്ല, അങ്ങനെ ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയണം, ശരിയല്ലെന്ന് പറയാനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേണ്ട, ഇൻഫർമേഷൻ കിട്ടാൻ എനിക്ക് വേറെ വഴിയുണ്ട് എന്ന് അവൻ പറയും. അപ്പോൾ അതുകൊണ്ട് വിദേശ വാർത്തകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മലയാളികളോളം പുറത്ത് ആളുകളില്ല വേറൊരു സ്ഥലത്തും. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം കേരളത്തിലുണ്ട്. ചാനലിലെ എയർ ടൈമിലുണ്ട്. പത്രങ്ങളിൽ വിദേശ വാർത്തകൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്രയും തലക്കെട്ടാവുകയോ 1-ാം പേജിൽ വരികയോ ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്, കേരളത്തിലല്ലാതെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലല്ല, കേരളത്തിലെ വാർത്തകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുമില്ല. വിദേശ വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഈ അമേരിക്ക, മധ്യേഷ്യ. വിദേശ വാർത്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും അബ്ജോദ് പറഞ്ഞു. മുമ്പ് സുജയ പറഞ്ഞു പത്തനംതിട്ടക്കാരായിരിക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ടുള്ളതെന്ന്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, SBIയുടെ പത്തനംതിട്ട ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപവും വിദേശ നാണയവും, അത് ക്ലെയിം ചെയ്യാതെയും കോടിക്കണക്കിന് രൂപ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുമ്പനാട്. ഓക്കെ. അപ്പം നമ്മുടെ പത്തനംതിട്ടക്കാരനായ MLA ശ്രീ പ്രമോദ് നാരായണനെ കൂടി ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, പത്തനംതിട്ടക്കാരെന്ന് പറയുമ്പോൾ കയറുക. ഈ ഞാൻ പഠിച്ച സ്കൂളിൽ ചെങ്ങന്നൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരു LP സ്കൂളാണ്, പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് അടുത്തുള്ളൊരു സ്കൂളിലാണ്. ആ സ്കൂളിൽ 45 പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, LP സ്കൂളിൽ. അതിൽ ഞാൻ നാട്ടിലുണ്ട്, ഒരു PWDയിലെ ഒരു എഞ്ചിനീയർ ഉണ്ട്, 2 പേര് ഡൽഹിയിലുണ്ട്, 2-3 പേര് ദുബായിലുണ്ട്, ബാക്കി മുഴുവൻ മനുഷ്യരും ഇവിടെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഈ രാജ്യത്തും കാനഡയിലും ഒക്കെ ആയിട്ടുണ്ട്. ഞാനൊരു കൗതുകം, ഇതിൻ്റെ ആദ്യ ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്നൊരു കൗതുകമാണ് തോന്നുന്നത്. കാരണം ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടി ക്ലാസ്സുകളിൽ സിനിമയിൽ ഉൾപ്പെടെ ഇത് പറയാറുണ്ട്. പോളണ്ടിൽ എന്ത് സംഭവിച്ചു, റഷ്യയിൽ എന്ത് സംഭവിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് മലയാളി വളരെ മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മധ്യേഷ്യ, ഗ്രീക്ക്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കടന്നു വന്ന തുറമുഖങ്ങൾ നമുക്കുണ്ടായിരുന്നു. നമുക്ക് കേരളത്തിലേക്ക്, കേരളം വഴിയാണല്ലോ നമുക്ക് മതങ്ങൾ, എല്ലാ മതങ്ങളുടെയും കടന്നുവരവുണ്ട്. അതിനെല്ലാം കൈനീട്ടി സ്വീകരിച്ചൊരു നാടാണ് നമ്മുടെ കേരളം. ആരായിരുന്നു കേരളത്തിൽ നിന്നും ആദ്യം പോയ പ്രവാസി എന്നറിയില്ല, പക്ഷെ കടലിൻ്റെ തീരത്ത് ഇപ്പുറത്ത് നിന്നിട്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലെ
ഒരു ദാഹത്തിൽ കടൽ കടന്നു പോകാൻ ആത്മധൈര്യം കാണിച്ചവരാണ് മലയാളി. അപ്പം മലയാളിയുടെ പ്രജ്ഞയിൽ ലോകം കീഴടക്കാനുള്ള ഒരു ദാഹമുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ വായിക്കും, അതിനാണിപ്പടത്തു നിന്നും ശ്രീധരൻ ലോകം കണ്ട് തിരിച്ചു വരുന്ന മനോഹരമായ മലയാളത്തിലെ ഏറ്റവും നല്ല എൻസൈക്ലോപീഡിക് നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ കഥയാണ്. അപ്പം അതാണ് മലയാളിയുടെ ഒരു രീതി. ചാനലുകളും പത്രങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു നാട്. ഇപ്പോൾ ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് ക്യാമ്പസുകളിൽ പ്രകടനം നടത്തിയവരാണ് ഞങ്ങൾ. ബെഞ്ചമിൻ മൊളോയ്സ് എന്ന കവി, ആ കവിയുടെ ശബ്ദത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അതിലിങ്ങനെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾ തിളയ്ക്കുകയാണ്. ഹിഗ്വിറ്റി എടുക്കൂ, ഫുട്ബോൾ എടുക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ നേതാവിനോടും സിനിമാ താരത്തോടും കാണിക്കാത്ത അഭിനിവേശമാണ് മറഡോണ ഇറ്റാലിയ 90ഒക്കെ കാണുമ്പോൾ അതിനുശേഷം ഇപ്പോഴും ഫുട്ബോളിൽ. അപ്പോൾ ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളെയും സംഗീതം, ഇപ്പോൾ ഗബ്രിയൽ ഗാർസിയ മാർക്കസ്, ഞാൻ നീട്ടി പറയുന്നില്ല, ചുരുക്കി പറയാം. അപ്പോൾ ഏകാന്തയുടെ 100 വർഷങ്ങളൊക്കെ കേരളം പോലെ ചർച്ച ചെയ്തൊരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണല്ലോ മാർക്കസ് കേരളത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞത്. അപ്പം മലയാളിയുടെ ഒരു DNA-യിൽ ഒരു ലോക വീക്ഷണമുണ്ട്. അത് ചരിത്രപരമായി തന്നെയുണ്ട്. ഇൻ്റർനെറ്റൊക്കെ വന്ന് നമ്മൾ ഈ കാര്യങ്ങൾ വേഗത്തിലറിയുന്ന മുമ്പ് തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഇക്കോണമി. അതുകൂടി പറയാതിരിക്കാൻ നമ്മുടെ ഒരു മണി ഓർഡർ ഇക്കോണമി എന്നാണ്. അത് ഗൾഫ് പോലുള്ള രാജ്യങ്ങൾ, അമേരിക്ക, മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വന്നവർ. അപ്പോൾ അത് കേരളം എന്ന നാട് കേരളമായതിൽ കടമനിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അതിൽ കേരളത്തെ കെട്ടിപ്പടുത്തതിൽ പ്രവാസികൾ തീർത്ത അവരുടെ ഒരു പേശിയിൽ മുതിർന്നു വീണ വീർപ്പുതുള്ളികളാണ് കേരളമെന്ന നാടിന് തിളക്കം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ റാന്നി മണ്ഡലം എടുത്താൽ, റാന്നിയിൽ ഒരു 10 പേരെടുത്താൽ അതിൽ നിന്നും ഒരാൾ എവിടെയെങ്കിലും ഒരു നഴ്സ് ഉണ്ടാകും, വേറൊരാളുണ്ടാകും. അപ്പോൾ എവിടെ എന്ത് സംഭവം ഉണ്ടായാലും, ഉക്രൈൻ യുദ്ധം വന്നു, റാന്നി മണ്ഡലത്തിലെ കുട്ടികൾ അവിടെ പെടുന്നുണ്ട്, അവിടുത്തെ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം നടന്നു, ഇസ്രയേലിലേക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതരാണെന്ന് അന്വേഷിച്ച ഒരു MLA ആണ് ഞാൻ. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഒരു ചെറിയ ചലനമുണ്ടായാൽ പോലും അത് ബാധിക്കുന്ന വീടുകൾ, കുടുംബങ്ങൾ ഒക്കെ കേരളത്തിലുണ്ട്. അത് കേരളത്തിൻ്റെ സാമൂഹ്യ ഖണ്ഡ പ്രത്യേകതയാണ്. 2, കേരളത്തിൻ്റെ വിശാലമായ രാഷ്ട്രീയ വീക്ഷണം, സാംസ്കാരിക ബോധം, മലയാളിയുടെ സർഗാത്മകത. അതിൽ സിനിമ, അപ്പോൾ നമ്മൾ സിനിമ എടുക്കും, കൊറിയൻ സിനിമകൾ, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ പോലെ ഇത്രയും അധികം ലോക സിനിമകളെക്കുറിച്ച് ധാരണയുള്ള, ലോക സാഹിത്യത്തെക്കുറിച്ച് ഇത്രയും അധികം ലോക സാഹിത്യത്തിലെ കഥാപാത്രങ്ങളെ ഒപ്പം. ഇപ്പോൾ ഞാൻ ഷെർലോക്ക് ഹോംസ് വായിച്ചിട്ട്, ഷെർലോക്ക് ഹോംസ് ജീവിച്ചിരിപ്പുന്ന ധാരണ ഷെർലോക്ക് ഹോംസിന് കത്തെഴുതിയ ആളാണ്. എൻ്റെ ധാരണ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ബേക്കർ സ്ട്രീറ്റിൽ പോയി എപ്പോഴെങ്കിലും ഷെർലോക്ക് ഹോംസിനെ കാണണം എന്ന്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് തന്നെ മലയാളിയെ രൂപപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ ഒരു ലോക വീക്ഷണം മലയാളിക്ക് സമ്മാനിക്കുന്നുണ്ട്. വർത്തമാനകാലത്ത് ഇന്ന് നമ്മുടെ ചാനലുകൾ അതിനെല്ലാം നൽകുന്ന പ്രാധാന്യം, ഡിജിറ്റൽ കാലത്ത് വളരെ വേഗമെന്ന് അറിയാൻ കഴിയുന്ന ആ തുടിപ്പുകൾ നമുക്കറിയാൻ കഴിയുന്നു. തീർച്ചയായിട്ടും മലയാളി ലോകത്തിനൊപ്പം ജീവിക്കുന്നവരാണ്, ലോകത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ്. അത് മലയാളിയുടെ ഒരു വലിയ അഭിമാനമാണ്, സവിശേഷതയാണ് എന്നും ഒരു സൗന്ദര്യമാണ് എന്നും ഞാൻ കരുതുന്നു. മലയാളിയുടെ രാജ്യാന്തര ബന്ധത്തെക്കുറിച്ച് വളരെ മനോഹരമായി ശുദ്ധമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട പ്രമോദ് നാരായണൻ സംസാരിച്ചു. നമുക്ക് നമ്മുടെ ചർച്ചയെ വേറൊരു ലെവലിലേക്ക് അത് എത്തിക്കുകയും ചെയ്തു. ഈ സമയത്ത് വാർത്തകളുമായി ബന്ധപ്പെട്ട്, വിദേശ വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മോത്തി രാജേഷിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത്, ഈ മലയാളി വിദേശവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ എന്താണോ വിചാരിച്ചത്, എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണോ അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരൻ പ്രമോദ് നാരായണൻ MLA സംസാരിച്ചു എന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു. എൻ്റെ നാട്ടിൽ പണ്ട് സിലോണിൽ ഉണ്ടായിരുന്നവർ ഒരുപാടുണ്ട്. എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ മയ്യനാടാണ്, ശ്രീലങ്ക എന്ന സിലോൺ. അവിടെ പോയവരാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പരിസരവാസികളായ അപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. അതിലൊക്കെ സിലോണിലെ ജീവിതമുണ്ട്. മലയാളികൾ അവിടെ പോയി കഷ്ടപ്പെട്ടതും പുകയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തതും സിലോൺ റേഡിയോയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ബർമ്മയിൽ പോയവരുണ്ട് ഒരുപാട്, മ്യാൻമാർ. അങ്ങനെ വിദേശം എന്നത്
നമ്മുടെ നാട് പോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന മലയാളികൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തുമുണ്ട്. നമ്മൾ ഈ പ്രബുദ്ധ മലയാളി എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഇതെല്ലാം കൂടി ചേർത്ത് തന്നെയാണ്. ഒരു ബാർബർ ഷോപ്പിൽ ചെന്നിരുന്നാൽ ലോകകാര്യങ്ങളെക്കുറിച്ച് ഇത്ര ആധികാരികതയോടെ സംസാരിക്കുന്ന മറ്റൊരു ബാർബർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത് മലയാളികൾക്ക് മാത്രം സ്വന്തമാണ്. ചായക്കടയിലോ സ്കൂളിൻ്റെ വരാന്ത കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പ്രായമായ മനുഷ്യരൊക്കെ ചർച്ച ചെയ്യുന്നത് ലോകോത്തര സാമ്പത്തിക നിലയെക്കുറിച്ചൊക്കെയാണ്. അമേരിക്ക ഇടപെടുന്നതിനെക്കുറിച്ചാണ്, ഫ്രഞ്ച് പ്രസിഡൻറ്റിനെ കുറിച്ചാണ്. ഇവരൊക്കെ റഷ്യ യുക്രൈൻ ബന്ധത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ നിലപാടുകളെക്കുറിച്ചോ ഘോരം വാദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ നമുക്ക് പറയാതിരിക്കാൻ കഴിയും മലയാളി പ്രബുദ്ധരല്ല എന്ന്? ഇതൊക്കെ ചേർന്നതാണ് മലയാളി. മലയാളിയുടെ രക്തത്തിൽ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പിടിച്ചടക്കുക, കീഴടക്കുക എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അതിലൊരു സ്നേഹവും സൗഹാർദ്ദവും നന്മയും എല്ലാ കാലത്തുമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നിന്നും ഒരു 10ാം ക്ലാസ്സൊക്കെ ഒരു പരിധി വരെയൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി പ്രവാസിയായി ഗൾഫിലേക്ക് പോകുന്ന ഒരു മലയാളി ജീവിതത്തിൻ്റെ നല്ല ഭാഗം വിദേശത്ത് ചെലവിട്ട ശേഷം തിരിച്ചു വന്ന് അവനൊരു കട തുടങ്ങുന്നു. ആ കടയ്ക്കിടുന്ന പേര് ഗൾഫ് സ്റ്റോഴ്സ് എന്നായിരിക്കും. അത് നോക്കിയാൽ വളരെ കൃത്യമായിട്ടറിയാം. വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അവൻ അന്നം കൊടുത്ത അവൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഉപകാരപ്പെട്ട ഒരു കാലത്തുടനീളം അവൻ്റെ ഒപ്പം നിന്ന ആ വിദേശ രാജ്യത്തെ എന്തെങ്കിലും ഒന്നായിരിക്കും സ്മരണാർത്ഥം ആ കടയ്ക്ക് പേര് കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, ഈശ്വര മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടാവുമോ? അത് ഏത് ഉഗാണ്ടയിലാണെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും. ഒരു നേട്ടമുണ്ടായാൽ, ലോകത്ത് എവിടെയെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ ഉടനെ ചിന്തിക്കും ഇതിന് പിന്നിൽ എന്തായാലും ഒരു മലയാളി ഉണ്ടാവും. ഉറപ്പല്ലേ? ആ സംഘത്തിലൊരു മലയാളി ഉണ്ടാവും. അങ്ങനെ നമ്മൾ മലയാളികൾ, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഓലക്കീറ് പോലെ നീണ്ടു കിടക്കുന്നൊരു സ്ഥലമാണ് കേരളം. ഓല നമ്മൾ കീറി വയ്ക്കുമ്പോൾ അതെങ്ങനെയാണോ അതുപോലെയാണ് കേരളം. ഈ ഓലക്കീറ് പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഇല്ലാത്ത മനുഷ്യരില്ല. അത് ബഹിരാകാശത്തും മലയാളികൾ നിരവധി എന്നതാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ട് മനുഷ്യൻ മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ബന്ധം ഇത്തരം ചില മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്തോളം വിദേശ വാർത്തകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഒരിക്കൽ പോലും വീടിന് പുറത്തോ അല്ലെങ്കിൽ ജില്ല വിട്ടോ പോവാത്തൊരാൾ പോലും വിദേശത്ത് എന്ത് നടക്കുന്നു എന്നത് ഉറ്റുനോക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ അമ്മൂമ്മമാർക്കും അപ്പൂമ്മമാർക്കും എപ്പോഴും കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, ട്രംപ് എന്തു പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോരുന്ന കാര്യം അറിഞ്ഞാൽ നിരവധി പരിചയക്കാരും അല്ലാത്തവരുമായ മനുഷ്യർ തമാശ രൂപേണയും അല്പം സീരിയസ് ആയും അദ്ദേഹം പറഞ്ഞതുപോലെ എന്നോട് മെസ്സേജ് അയച്ചും മറ്റും സംബന്ധിച്ച കാര്യമുണ്ട്. തീരുവ കാര്യത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു ചർച്ച നടത്തിയിട്ട് പോരണം എന്ന്. അപ്പോൾ ഈ തീരുവ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നത്, കച്ചവടത്തെ ബാധിക്കുന്നത് എങ്ങനെ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് മലയാളികൾ. അവിടെ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റൊന്നുമല്ല മാനദണ്ഡം. മലയാളി ലോകത്തെ നോക്കിക്കാണുന്നൊരു വീക്ഷണമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ വാർത്തകൾ, വിദേശ വാർത്തകളുടെ പ്രാധാന്യം എല്ലാ കാലത്തും നമ്മുടെ മാധ്യമങ്ങളിലുണ്ട്. സിലോണും ബർമയും മാത്രമല്ല, നമുക്ക് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വരെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദേശ ബന്ധം അങ്ങനെ കിടക്കുന്നു. അടുത്തതായി സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നത് ജോണി സാറിനെയാണ്. ഞാൻ ജോണി സാർ എന്ന് പ്രത്യേകം പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാള മനോരമയിൽ മാധ്യമപ്രവർത്തകനായി ഒരു ട്രെയിനിയായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചും ഗുരുതുല്യനാണ്. ഒരു പ്രത്യേക കാര്യം, ജോണി സാർ അതേക്കുറിച്ച് പരാമർശിക്കും എന്ന വിഷയം കൂടി ഉബൈദ് സാറാണ് നമുക്കൊക്കെ വിദേശ കാര്യത്തിൽ മലയാള മനോരമയിൽ ട്രെയിനിങ് ഒക്കെ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ ലേഖനങ്ങളൊക്കെ വളരെ പ്രശസ്തമായിരുന്നു. അപ്പോൾ ഈ അന്നത്തെ കാലത്തെയൊക്കെ ചില രസകരമായ സംഭവങ്ങളുണ്ടാവാൻ, ചിലപ്പം പേരുകൾ തെറ്റിപ്പോകുന്നതിലോ അല്ലെ നമ്മൾ പഠിപ്പം ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, ഡൊണാൾഡ് ട്രംപ് അല്ല ഡൊണാൾഡ് ട്രംപ് ആണെന്നും, മക്ഡൊണാൾഡ്സ് അല്ല മക്ഡൊണാൾഡ്സ് ആണെന്നും ഒക്കെ പലരോടും പറയാറുണ്ട്. അതൊക്കെ ഇപ്പോൾ വളരെ ആളുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു കാലമാണ്. കാരണം നമുക്ക് മറ്റു മീഡിയേഴ്സിനോട് നമുക്ക് എക്സ്പോഷർ ഉള്ളതുകൊണ്ട്. പണ്ട് ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് എഴുതിയിരുന്നത്. ആ കാലത്തെ കൂടി ജോണി സാർ പരാമർശിക്കുന്ന വിഷയം. അത് ഇപ്പോഴും മാമൻ മാത്യു സാറ് ഇക്കാര്യത്തിൽ വളരെ നിഷ്കർഷയുണ്ട്. അതായത് നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു പേര്, സ്ഥലപ്പേരായാലും ആളുകളുടെ പേരായാലും, അത്
ആ നാട്ടിൽ ഇംഗ്ലീഷുകാർ എങ്ങനെ പറയുന്നോ അങ്ങനെ തന്നെ പറയുകയും എഴുതുകയും ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അത് ഇപ്പോഴും ഏത് പാതിരാത്രിക്കും എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരു ആങ്കർ മാറ്റി പറയുകയോ അല്ലെങ്കിൽ പത്രത്തിൽ അത് എഴുതുന്നത് തെറ്റായിട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഒരു വിളി വരും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. അത്രയ്ക്ക് നിർബന്ധമായിട്ട് നോക്കുന്നൊരു കാര്യമാണ് അത്. ഈ വിദേശകാര്യത്തിലുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ തന്നെ മലബാർ കോസ്റ്റ് നിങ്ങൾക്കറിയാം, നമ്മളുടെ സ്പൈസ് കോസ്റ്റാണ്, ആളുകളുമായിട്ടുള്ള അത്തരത്തിൽ ഉള്ള ബന്ധമുണ്ട്. പിന്നെ ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു. അതിലൊരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ കേരളത്തിൽ 10-20% ഉള്ളതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വിദേശത്ത് പൊതുവെയുള്ള ഒരു കൗതുകം നമുക്ക് ഈ പറയത്തില്ല. ഇപ്പോൾ ഗോസിപ്പ് എന്ന് പറയുന്നത് അറ്റൻഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് അറിഞ്ഞില്ലെങ്കിൽ എന്തോ വലിയൊരു പ്രശ്നമാണെന്നുള്ള മട്ടിലാണ് നമ്മൾ കാണുക. അപ്പം നാട്ടിലെ ഒരു ഗോസിപ്പാണെങ്കിലും അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ രാജ്യത്ത് നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുള്ള കാര്യമായിരിക്കില്ല, എന്നാലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക്കായിട്ട് ഒരു സംസ്കാരം. പത്രം വായിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അതേസമയം നേരെ തിരിച്ചാണ് ഈ അമേരിക്കയിലൊക്കെ കാര്യം. ഞാനിവിടെ 91 ഡെയിലി ഓക്ലഹോമൻ എന്ന് പറയുന്ന ഓക്ലഹോമ സിറ്റിയിലെ ഒരു പത്രത്തിൽ 2-3 ആഴ്ച ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ വന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള എഡിറ്റേഴ്സിന് പോലും ഈ ലോകത്തെ സംബന്ധിച്ചെന്നല്ല, ഈ അമേരിക്കയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പോലും അവർ കൺസേൺഡ് അല്ല. അവർക്ക് അത്രയ്ക്ക് വലിയ താല്പര്യവുമില്ല, അതിനെപ്പറ്റിയുള്ള അറിവുമില്ല. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ചില വീടുകളിൽ അവരുടെ സീനിയർ എഡിറ്റേഴ്സിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട് ഡിന്നറൊക്കെ തരുമ്പോഴത്തേക്കും അവരെൻ്റെ പേര് ചോദിക്കുമ്പം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ പേര് ജോണി എന്നാണെന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം കുറച്ച് കഴിഞ്ഞ് പിന്നെയും അവർ ചോദിക്കാമല്ലോ ജോണി എന്ന് ആണെങ്കിലും നിങ്ങൾക്ക് വേറൊരു പേര് കാണുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് എന്നാണ്. അപ്പം നിനക്ക് എങ്ങനെയോ നമുക്കൊരു ക്രിസ്ത്യൻ പേര് വന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഈസ് ആസ് ഓൾഡ് ആസ് ക്രിസ്ത്യാനിറ്റി ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി അല്ല ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുമ്പം അവർക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ വളരെ സീനിയർ എഡിറ്റേഴ്സ് ലെവലിലുള്ള ആളുകളാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ അപ്പുറത്തെ സ്റ്റേറ്റിലുള്ള ഒരു പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉള്ളവർക്ക് ഒരു താല്പര്യമില്ല. ഇവിടുത്തെ കുട്ടികൾക്കും അങ്ങനെയൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്ന ഒരു താല്പര്യം. പിന്നീട് വന്നത് നമ്മൾ ഈ കുടിയേറ്റം കൊണ്ടാണ്, ഇമിഗ്രേഷൻ. അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് പോകാൻ തുടങ്ങി. നമ്മളിപ്പം ഒരു ജീവിതം, ഈ ജീവിതം ഞാൻ ജീവിക്കുമ്പം ഇതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് എനിക്ക് മരണശേഷം ഉള്ളതെന്ന് ആദ്യമേ തന്നെ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ഈ ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ ഇതിനേക്കാളും വലിയ ജീവിതമാണ് വരാൻ പോകുന്നത് എന്നുള്ള മട്ടിലാണ്. അപ്പം നമ്മുടെ തന്നെ ചില വീടുകളിലൊക്കെ പകർന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. സ്വപ്ന ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നുമല്ല, അമേരിക്ക അല്ലെങ്കിൽ ഗൾഫ്, യൂറോപ്പ് അങ്ങനെയൊക്കെ പോയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വരുന്നതാണ് ഈ രാജ്യങ്ങളെല്ലാം. അവിടുത്തെ വാർത്തകൾക്കെല്ലാം വലിയ പ്രാധാന്യം വരുന്നു. പിന്നെ ഒന്ന് രാഷ്ട്രീയമായ കാരണമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് അനാവശ്യമായ പ്രാധാന്യം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്തിലും രാഷ്ട്രീയം, എല്ലാവർക്കും രാഷ്ട്രീയമായിട്ട് ചേരി തിരിഞ്ഞ് നിൽക്കുന്നതാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ കൊണ്ട് നമ്മളുടെ രാഷ്ട്രീയത്തിന് എങ്ങനെയാണ് ഈ വിദേശ വാർത്ത പ്രയോജനപ്പെടുക എന്ന് നോക്കും. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം വരുന്നു. ഇപ്പം ട്രംപും മോദിയും വലിയ ഭായി ആയിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്തായി? ടാരിഫ് 50% ആക്കിയില്ലേ? അപ്പോൾ അത് BJPക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ട് വരുന്നു. അത് അങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്ക് കൊണ്ടോ ട്രംപിനെ അങ്ങനെ ഉപയോഗിച്ചിട്ട് ചില ആളുകൾക്കാണെങ്കിൽ ട്രംപ് ഭയങ്കര ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ഇത് പറയുന്നത് പോലെ ബൈബിളൊക്കെ തൊട്ടിട്ട് ഭയങ്കര സുവിശേഷം പറയുന്നു കൊണ്ടോ. അപ്പം ട്രംപിൻ്റെ അത്രയും നല്ല ക്രിസ്ത്യാനികളല്ല, വേണ്ടത്ര ക്രിസ്ത്യാനി ആയിട്ടില്ല നമുക്കെന്നുള്ള വലിയ ക്രിസ്ത്യാനികൾക്കൊരു തോന്നൽ, ട്രംപിനെ പോലെ നല്ല ക്രിസ്ത്യാനിയാവണം. പിന്നെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലൊരു 30% മുസ്ലിം പോപ്പുലേഷനുണ്ട്. അവർ ലോക കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും ഇസ്രായേലാണെങ്കിലും ഒക്കെ അവർ 100% അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നൊരു തോന്നലുണ്ട്. അതേസമയം വളരെ വളരെ പ്രബലരായിട്ടുള്ള ഒരു ഇലക്ട്രൽ വോട്ട് ബാങ്കാണ് ഈ 30%. അപ്പോൾ അത് നോക്കി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ സംബന്ധിച്ചുള്ള ഏത് തരത്തിലുള്ള വാർത്തയ്ക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കും. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് അമേരിക്ക, ഗൾഫ്, ഇസ്രായേൽ, ഈ പറഞ്ഞ രാജ്യങ്ങൾ എല്ലാം വരും. അവരും നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തകൾ
എങ്ങനെ വന്നാലാണ് ഈ ഇലക്ട്രൽ ബാങ്കിനെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാർത്തകൾക്ക് എപ്പോഴും കൂടുതൽ പ്രാധാന്യം കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല ഈ വിദേശ വാർത്തകൾക്ക് ഏറ്റവും പ്രാമുഖ്യം കിട്ടുന്നത് എന്ന് തോന്നാറുണ്ട്. അത് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ നോക്കിയിട്ടാണ്. പിന്നെ ഇപ്പോൾ വലിയൊരു വിഷയമാണ് അവിടുത്തെ കുട്ടികൾ, ഈ തലമുറയിലുള്ള കുട്ടികൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ 2 പിള്ളേരാണെങ്കിലും ഇല്ല, മിക്കവാറും പേരുടെ വീട്ടിലൊന്നുമുള്ള 1-2 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും ഈ പുറത്ത് പോവുകയാണ്. പുറത്ത് പോയതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലയിൽ എസ് ഹരീഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയാറുണ്ട്, കോട്ടയം ജില്ല ആസ്ഥാനത്ത്, കോട്ടയം ടൗണിൻ്റെ ആസ്ഥാനത്ത് ഒരു നേഴ്സിൻ്റെ പ്രതിമ വെക്കണം എന്നുള്ളത്. കാരണം ആ ജില്ലയിലെ ഏറ്റവും വലിയ അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്നത് ഈ നേഴ്സുമാർ പുറത്തു പോയാണ് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ട് വെക്കണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ പ്രവാസികൾ, ആ നേഴ്സുമാരത് അങ്ങനെ പോയി. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പോകുന്നത്, ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും പോകുന്നത്, എല്ലാവരും വലിയ കാര്യമൊക്കെ പറയും, എന്നാൽ അവരുടെയൊക്കെ ഒരു സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം എന്നുള്ളൊരു ചിന്താഗതി പലർക്കും ഉണ്ട്. ഈ പേരൻ്റൽ കൺട്രോളിൽ നോക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഏണിങ് കൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം വരുന്നു. അത്തരം കാര്യങ്ങൾ ഒരുപാട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവർ പോയ രാജ്യത്തെ എന്ന് വെച്ചാൽ അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടെന്നല്ല പറയുന്നത്. ഇത് ഈ തരത്തിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളിലും ഒരു വിദേശകാര്യ ഡെസ്ക് ഉണ്ടാവും. അതിന് എപ്പോഴും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും, കൊടുക്കും. അതേസമയം വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യയെ പറ്റിയുള്ള വാർത്തകളൊക്കെ അടുത്ത കാലത്തൊക്കെയാണ് കുറച്ച് പ്രാമുഖ്യം കിട്ടി തുടങ്ങിയത്. ഇവിടെയൊന്നും ആരും ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കൊടുക്കത്ത് പോലുമില്ല. ന്യൂയോർക്ക് ടൈംസൊക്കെ, ജോർജ് ജോസഫിനൊക്കെ അറിയാം, ന്യൂയോർക്ക് ടൈംസൊക്കെ ഒന്നും ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ പരിഗണിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ചില വേണ്ടാത്ത ചില വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്കും ന്യൂയോർക്ക് ടൈംസിൽ കാണാറുണ്ട്. ഉദാഹരണത്തിന് പോലീസ് ബാരിക്കേഡ് കൊണ്ടുവച്ചത്, പോലീസ് മാറ്റിവെച്ച ബാരിക്കേഡിന് ശിവലിംഗത്തിൻ്റെ രൂപം ഉണ്ടെന്നും വിരിച്ച് അതെടുത്തിട്ട് ആരാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ ചിലപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ കാണാറുണ്ട്. അപ്പം നമുക്ക് ഗുണകരമായിട്ടുള്ള വാർത്തകളൊന്നും അങ്ങനെ ഒരു താല്പര്യമേ ശരിക്കും പറഞ്ഞാൽ അവർക്കില്ല. ഇപ്പോൾ ഇന്ത്യ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ഒരു വലിയ മാർക്കറ്റും കൺസ്യൂമർ മാർക്കറ്റും ഒക്കെ ആയതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഭരണാധികാരികളുള്ളതുകൊണ്ടും നമ്മളുടെ ഇക്കോണമി വളരുന്നതായതുകൊണ്ടും ഒക്കെ കുറച്ചുകൂടെ ഇന്ത്യയിൽ അവർക്ക് ശ്രദ്ധയുണ്ട്. ഇന്ത്യയുടെ കുറച്ച് സ്വാധീനം വളർന്നിട്ടുണ്ട്. പക്ഷേ അതും അമേരിക്കൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കിയായിരിക്കും അവരതിൻ്റെ പോളിസി എടുക്കുക. അതിന് നമുക്ക് തെറ്റെന്ന് നമുക്ക് പറയാമോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. സദ്ദാം ഹുസൈൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരെ നടന്നിട്ടുള്ളൊരു നാടാണ്. രാഷ്ട്രീയത്തിൽ പോലും എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം. ജോണി സാർ ഒരുപക്ഷെ ഭാഗ്യവാനാണ്. ജോണിയും ലൂക്കോസുമാണ്. ഞാനതെന്നും കേൾക്കുന്നതാണ്. ഹൗ കം വിനോദ് ആൻഡ് ജോൺ? ഞാൻ എന്നും കേൾക്കുന്നവരാണ്. ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അവിടെ എനിക്ക് കേരളത്തെ സെല്ല് ചെയ്യാൻ ഒരു അവസരം കിട്ടാറുണ്ട്. എല്ലാ ജാതി മതസ്ഥരും ഒരേപോലെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു നാടാണ് എൻ്റെ നാട്. അതുകൊണ്ടുകൂടിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും ചർച്ച തുടരുകയാണ്. ഈ പാനലിസ്റ്റ് ഇവിടെയുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് ഇപ്പം പിന്നിലിരിക്കുന്നവരിൽ ഇപ്പം ജിത്തു, ഡേവിസ്, ഈ പേരുകളൊക്കെയും അല്ലെങ്കിൽ മുഖങ്ങളെ ബൈലൈനുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. ഇവിടെ മാധ്യമപ്രവർത്തനം ശക്തമാകുന്നതിൻ്റെ ഒരു തെളിവാണത്. പാനലിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, BBC, റേറ്റേഴ്സ്, ABF പോലുള്ള വാർത്താ ഏജൻസികൾ നമ്മുടെ ദൃശ്യമാധ്യമ പ്രവർത്തനത്തെയോ, നാട്ടിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തനത്തെയോ ഉള്ളടക്കത്തെയോ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാറുണ്ടോ? അപ്പോൾ അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അവിടുത്തെ നിങ്ങൾ വാർത്താവതരണം ചെയ്യുമ്പോഴോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് കഴിയാറില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ BBC-യുടെ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ BBC എന്ന് എഴുതിയിരിക്കുന്ന ചെറിയൊരു സ്ട്രിപ്പല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ അനുകരിക്കുന്നത് ഈ നാഷണൽ ചാനലുകളെ അനുകരിച്ച് തുടങ്ങി ഇപ്പം വാസ്തവത്തിൽ വന്ന് വിഷ്വൽ മീഡിയ എന്ന പേര് മാത്രമേ ഉള്ളൂ. വിഷ്വൽ ഏറ്റവും ചുരുക്കമാണ്. മുഴുവൻ ഗ്രാഫിക്സാണ്. പത്രം വായിക്കുന്നത് പോലെ മുഴുവൻ എഴുതി കാണിക്കുന്നത് വായിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് മാറാൻ നിവൃത്തിയില്ല. അതൊരു പ്രവണതയായി മാറി.
ഈ മാതൃഭൂമി തുടക്കഘട്ടത്തിൽ ഇതുപോലെ സമാധാനമായ ശാന്തമായ ഒരു പേസൊക്കെ പിടിച്ച് പച്ച കളർ കൊടുത്തായിരുന്നു. അവരും പെട്ടെന്ന് മാറി, വർക്കൗട്ടാവില്ലെന്ന് മനസ്സിലായിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസികൾക്കൊപ്പം തന്നെ എക്സിലാണ് കൂടുതലും ബ്രേക്കിങ്സ് വരുന്നത്. എക്സ് എല്ലാ ന്യൂസ് ചാനൽസും ഫോളോ ചെയ്യാറുണ്ട്. ഇല്ല ജോൺ സാർ, എക്സ് എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട്. നേരത്തെ ട്വിറ്റർ ആയിരുന്നു. അപ്പോൾ എക്സിൽ കൂടുതലും നമുക്ക് ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് കൂടുതലായിട്ട് പെട്ടെന്ന് അവൈലബിൾ ആകും. അതുപോലെ തന്നെ മറ്റ് ന്യൂസ് നെറ്റ്വർക്ക്സിൻ്റെ സൈറ്റുകൾ, പ്രത്യേകിച്ചും അൽ ജസീറയുടെയൊക്കെ സൈറ്റുകളിലേക്കും കൂടുതലായിട്ട് കണ്ടൻറ്റിനായിട്ട് പോവാറുണ്ട്. റോയിറ്റേഴ്സ് കൂടാതെ തന്നെ, റോയിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ. അതുപോലെ തന്നെ CNN, BBC കൂടാതെ CNN-ഉം അൽ ജസീറയും ഒക്കെ മിക്കവാറും എല്ലാവരും സർഫ് ചെയ്യാറുണ്ട്. ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സിനെയാണ്. എക്സിലാകുമ്പോൾ നമുക്ക് എല്ലാ ഏജൻസീസിൻ്റെയും AFP അടക്കം എല്ലാ ഏജൻസീസിൻ്റെയും വിഷ്വൽ അടക്കം നമുക്ക് അതിൽ തന്നെ കാണാൻ കഴിയും. പിന്നെ റോയിറ്റേഴ്സ് അടക്കം എല്ലാത്തിൻ്റെയും ഫീഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എക്സാണ് എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഓൺ ഫിംഗർ ടിപ്സ്, നമുക്കിപ്പോൾ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ അപ്ഡേറ്റ് വന്നാൽ പെട്ടെന്ന് അതിലേക്ക് പോകാൻ കഴിയുന്നത് എക്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസ് ഡെസ്കിലാണെന്നുണ്ടെങ്കിൽ റോയിറ്റേഴ്സ് എല്ലാവരും എല്ലാ ന്യൂസ് ചാനൽസും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് ഫീഡുകളും അങ്ങനെയാണ്. ഇത് സ്പോർട്സ് ബന്ധമുള്ളത് കൊണ്ടറിയാമല്ലോ, സ്പോർട്സ് ഹീറോസ് വഴിയുള്ള നമ്മളുടെ താല്പര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ പോർച്ചുഗലിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതിലൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വലിയ താല്പര്യമാണ്. ഇപ്പം മെസ്സി ഇവിടെ ഇൻ്റർ മിയാമിയിൽ വന്നതുകൊണ്ട് നേരത്തെ അമേരിക്കയ്ക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഇൻ്റർ മിയാമി മെസ്സി വന്നതുകൊണ്ട് അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പോർട്സ് ഹീറോസ് എടുക്കും. അതേസമയം ഇവിടെ ഏറ്റവും വളരെ പോപ്പുലറായിട്ടുള്ള NBA നാഷണൽ ഈ NBA പ്ലേ ഓഫിനകത്ത് വരുന്ന ഇപ്പോൾ ലെബ്രോൺ ജെയിംസ് അല്ലെങ്കിൽ മൈക്കിൾ ജോർഡൻ ഒന്നും ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകളാണെങ്കിലും ഇപ്പോൾ ടൈഗർ വുഡ്സ് ഇതിൽ ഗോൾഫിലൊക്കെ വന്ന് നമുക്ക് ആ സ്പോർട്സ് അവിടെ അത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അവർ അറിയപ്പെടുന്നില്ല. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം അങ്ങനെയല്ല. പിന്നെ ക്രിക്കറ്റ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ആ രാജ്യങ്ങളിലും എല്ലാം നമുക്ക് കൂടുതൽ താല്പര്യമുണ്ട് ക്രിക്കറ്റ്. ഇപ്പോൾ അമേരിക്കയിലും ക്രിക്കറ്റ് കുറച്ച് പോപ്പുലറായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് സ്പോർട്സ് നമ്മളെ യുവാക്കളെ ഈ ലോകകാര്യങ്ങളിൽ താല്പര്യമുള്ളവരാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ചോദ്യം വരട്ടെ, നമ്മുടെ റേറ്റിംഗ് ചർച്ചയുടെ ഒരു എനിക്ക് ചോദ്യമല്ല, ഒരു അഭ്യർത്ഥനയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ നമ്മുടെ ഈ കുറച്ച് പേരെ ഡീപ്പോർട്ട് ചെയ്തപ്പം അവിടെ മീഡിയകളെല്ലാം മത്സരിച്ച് അവിടെ ഇങ്ങനെ പറയുന്നത് കണ്ടു. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അമേരിക്കയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വളരെ മത്സരിച്ച് എല്ലാവരും വാർത്ത വായിക്കുന്നത് കണ്ടു. ഏതാണ്ട് വലിയ കുറ്റം ചെയ്തല്ലോ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ക്രിമിനൽ സ്വഭാവമുള്ള കുറച്ച് പേരെ മാത്രം അവർ കൈവിലക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള വാർത്തകൾ ഒന്നുകൂടി നമ്മൾ കറക്റ്റായിട്ടൊന്ന് വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭ്യർത്ഥന. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാനിപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴേ സാധാരണ എല്ലാവരും ചോദിക്കുന്നത് എന്താ തിരിച്ചു പോകുന്നത്, ഇനി എന്താ തിരിച്ചു. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചു. നിങ്ങൾ അമേരിക്കക്കാരെന്തോ നിങ്ങൾ ഇന്ത്യക്കാരോട് ചെയ്യുന്നത്, ഇതായിരുന്നു ചോദ്യം. അതുകൊണ്ട് അതെനിക്ക് തോന്നി അത് ഈ ചാനലുകൾ ഇങ്ങനെ മത്സരിച്ച് ഇത് പിന്നെ വാർത്ത ഇങ്ങനെ അമേരിക്കയെ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിട്ടത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേട്ടോ, പക്ഷെ അന്നാണെങ്കിൽ അന്ന് ഈ പറയുന്ന എന്താണ് കുറച്ച് കുറ്റവാളികൾ മാത്രമായിരുന്നില്ല, അന്ന് ഡിപ്പോർട്ട് ചെയ്ത എല്ലാവരും കൈവിലക്കായിരുന്നു, കാൽവിലം കൊണ്ടായിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഡിപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ ആ രീതിയിൽ കൈവിലങ്ങും കാൽവിലങ്ങും വെച്ച് ഒരു വലിയ വിമാനത്തിൽ കൊണ്ട് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടത്തിൽ ഉണ്ടാകുന്ന ഒരു വൈകാരിക സാധനമാണത്. ഉണ്ടാവില്ലേ? ഉണ്ടാവണ്ടേ? അതിന് അമേരിക്കയിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റവും ഇവിടവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാകണം. അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല ആളുകൾ. മാധ്യമങ്ങൾ ആ തരത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ജുഡീഷ്യറി, ഇവിടുത്തെ ജൂറി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കവിടെ ഉള്ളതല്ല.
തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തപ്പോഴത്തേക്കും ജൂറി അത് കാണാൻ വേണ്ടിയിട്ട് കോർട്ടിനകത്ത് പോയിട്ട് തന്നെ ഇരുന്ന് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ജൂറി സിസ്റ്റം വരുന്നതെന്നുള്ളത്. പിന്നെ ഇവിടുത്തെ ഫെഡറൽ നിയമങ്ങളും ഓരോ സംസ്ഥാനത്തിൻ്റെ നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത്തരത്തിൽ വരുന്നത്. പിന്നെ ചില കാര്യങ്ങളിൽ പ്രസിഡൻറ്റിന് എത്രത്തോളം അധികാരം കൈയാളാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ തോന്നും. അത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് പക്ഷേ കൃത്യമായിട്ടൊന്നും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ വ്യത്യാസം ഒരുപാട് കാര്യങ്ങളിൽ ഇവിടുത്തെ നിയമങ്ങളിലും സംസ്ഥാനങ്ങളും ഫെഡറൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിലും ഇലക്ഷൻ നടത്തുന്നതിൻ്റെ സിസ്റ്റത്തിലും എല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പോഴും അത്രയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പറയാം, ഇലക്ട്രൽ വോട്ടിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ വരും. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് വരുന്നില്ല. സുജയ, നമുക്ക് ഈ ഹാൻഡ് കഫ് ചെയ്ത് വന്ന വിഷയം ഞങ്ങൾ ഒരിക്കൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡിസ്കഷൻ ചെയ്തിരുന്നു. താങ്കൾക്ക് യൂട്യൂബിലേക്ക് പോയാൽ എങ്ങനെയാണ് അതിൽ ജനാധിപത്യപരമായി താങ്കളുടെ കൺസേൺ കൂടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലേക്ക് പോയാൽ കാണാം. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വിഷയം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അത് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലാണ് അത് രണ്ട് രീതിയിലും ചർച്ച ചെയ്തത്. പക്ഷേ വാർത്ത വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എയർ സ്പേസിലേക്ക് വരുമ്പോൾ നമ്മുടെ പൗരനെ എന്തിന് ഹാൻഡ് കഫ് ചെയ്ത് നമ്മുടെ എയർ സ്പേസിലേക്ക്, നമ്മുടെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് ഇറക്കണം? നമ്മുടെ ലാൻഡിലല്ലേ അവർ വന്ന് ഫ്ലൈ ചെയ്ത് ഇറങ്ങുന്നത്. അവരപ്പോൾ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർ, പഞ്ചാബിൽ നിന്നുള്ള 2 പേര് മാത്രമാണ് ഇവിടെ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്നവരുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 പേരും ഇവിടെ നിന്ന് അവിടേക്ക് ഒളിച്ചു പോയ ആളുകളാണ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം പോയവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ? അവരവിടെ ലീഗലി അങ്ങനെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും അത് ഒരു രാജ്യത്തെ പൗരന്മാരോട് കാണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതുകൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ വാർത്തകൾ സംപ്രേഷണം ചെയ്തത്. അത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ വാർത്തകൾ അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ പൗരനല്ലെങ്കിലും മനുഷ്യനെ വലിയ കൊടും കുറ്റവാളികളല്ലാത്ത, ഇപ്പോൾ ഇതിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അവരുടെ പേരുള്ള ക്രൈം, കൊടും കുറ്റവാളികളല്ലാത്ത മനുഷ്യരെ കൈവിലങ്ങിട്ട്, അതിപ്പോൾ ഇന്ത്യക്കാരനാവട്ടെ ഏത് രാജ്യക്കാരനാവട്ടെ, കൈവിലങ്ങിട്ട് കൊണ്ടുപോകുന്നു, കൈവിലങ്ങും കാൽവിലങ്ങും ഇട്ട് കൊണ്ടുപോകുന്നതിനോട് നമുക്ക് ഈ ബേസിക് മാധ്യമപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നീതിയും ഇതും വെച്ച് നോക്കിയാൽ യോജിക്കാനാവില്ലല്ലോ. ഒരുപക്ഷെ അമേരിക്കയിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ തോന്നണമെന്നില്ല, ഇന്ത്യയിലിരിക്കുമ്പോൾ അങ്ങനെ തോന്നാം. നിയമപരവും സാങ്കേതികവുമായ കാരണങ്ങളാൽ. സദസ്സിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊളംബിയൻ പ്രസിഡന്റാണ് പറഞ്ഞത്, ദേ ആർ ഇല്ലീഗൽ ഇമിഗ്രൻസ് നോട്ട് ക്രിമിനൽസ്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ, അങ്ങനെ ആ മാനസികാവസ്ഥ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അവരെ ഹാൻഡ് കഫ് ആൻഡ് 2 രീതിയിൽ അവരെ കഫ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും അവരുടെ മാനസികാവസ്ഥ കൂടുതൽ മോശമാവില്ല. ഒരു നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും? അല്ല, അവിടെ ചോദ്യം എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് നമുക്കൊരു വിമാനം വിട്ട് നമ്മുടെ പൗരന്മാരെ കൊണ്ടുവന്നുകൂടാ എന്നൊരു പൊളിറ്റിക്കൽ ചോദ്യം കൂടി ഉയർന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൊളംബിയ അങ്ങനെ ചെയ്തു. അതെ അതെ അതെ. അല്ലാതെ നേരത്തെയും ഇങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെയും കാലാകാലങ്ങളിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിപ്പോർട്ട് ചെയ്യുന്നതല്ല, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ആ ടൈപ്പ് ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇത് ദൃശ്യങ്ങൾ കാണണം എന്ന് വിചാരിച്ച് ആ ദൃശ്യങ്ങൾ പബ്ലിഷ് ചെയ്തു, ലോകം മുഴുവൻ കാണണമെന്നുള്ളതാണല്ലോ. നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പൗരന്മാർ നമ്മുടെ എയർ സ്പേസിൽ കയ്യും കാലും ബന്ധിച്ച് വന്നിറങ്ങുക എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന സാധനമാണ്. ആ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ പറയണം. നേരത്തെ അബ്ജുദാൻ പറയുന്ന പോലെ അത് ഡിപ്ലോമ അതെല്ലാം ഓഫ് കോഴ്സ് അല്ല. ഇവിടെ എക്സാക്ട്ലി ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. നമുക്കൊരു പ്ലെയിൻ വിടായിരുന്നു. ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്തെന്ന് ജോലീസ്, ഒരു കാര്യം ചർച്ച ചെയ്തെന്ന് അറിയില്ല. നമ്മളുടെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ
ആത്യന്തികമായിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി എന്നും നിലനിർത്തി ചർച്ചയ്ക്ക് അതിൻ്റെ ചുറ്റിനും ചർച്ച കൊണ്ടുപോകുന്നതിലെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്നും ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക എന്ന് പറയുന്നതിനോടുള്ള എല്ലാം നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് അമേരിക്ക എന്ന് കേൾക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് അമേരിക്ക എങ്ങനെ കാട്ടി. അതിൽ ജോൺ സാർ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ അമേരിക്ക എന്ന രാജ്യത്തോടോ ഇവിടുത്തെ മനുഷ്യരോടോ അല്ല, ഇവിടുത്തെ ഭരണകൂടത്തോട്, ഇവിടുത്തെ ഭരണകൂടം ഉയർന്നു വന്ന സാഹചര്യങ്ങളോട്, ഇവിടെ കറുത്ത വർഗ്ഗക്കാരോട് പെരുമാറിയ ഇപ്പോഴത്തെ പെരുമാറിയ രീതികളോട് ഒക്കെയുള്ള അഭിപ്രായം ചേർന്നാണ് അങ്ങനെ ഒരു അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാത്രമുള്ള അഭിപ്രായമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടതുപക്ഷത്തിന് മാത്രമുള്ള അഭിപ്രായമല്ല, അത് ലോകത്തിലെ മുഴുവൻ ലിബറലുകൾക്കുള്ള അഭിപ്രായം. അത് അമേരിക്ക അതാത് കാലത്ത് ഭരിക്കുന്ന ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശത്തോട് ആർക്കും എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല ആവശ്യത്തിൽ എം എൽ എക്ക് പറയാനുണ്ട്. അല്ല, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ പ്രദേശത്തോടോ സംസ്കാരത്തോടോ. ഇപ്പോൾ എബ്രഹാം ലിങ്കണെ ഏറ്റവും അധികം വായിക്കുകയും പഠിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് അത് ഓരോ കാലത്തും ഉണ്ടായിട്ടുള്ള എങ്ങനെയാണ് ആ ഭരണകൂടം വംശീയമായി നിറത്തിൻ്റെ മറ്റ് ഭേദങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ളതും ലോകത്തിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെതിരായിട്ടുള്ളത്. അതൊരു രാജ്യത്തിനെതിരായിട്ടല്ല, അത് അമേരിക്കയിലെ ഏത് രാജ്യം അങ്ങനെ ചെയ്താലും അതിനെതിരായി സ്വാഭാവികമായും ഉണ്ടാകും. അത് ഏതെങ്കിലും രാജ്യം എന്ന നിലയിലല്ല. സംഭവിച്ചപ്പോൾ കേരളത്തിൽ അതിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ലോകം മനസ്സാക്ഷി നെട്ടിച്ചൊരു സംഭവമാണ്. അന്ന് കേരളത്തിൽ അതിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയ ആൾക്കാരുണ്ട് അവിടെ കേരളത്തിൽ. പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട് ചൈന നടത്തിയ ഇതിനെതിരെ. അതനുസരിച്ച് ഒരു ഫങ്ഷനിങ് ഡെമോക്രസി എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ലിബറൽ വാല്യൂസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എന്നും അമേരിക്കയെ ഉയർത്തി കാണിച്ചിരുന്നു. ഇപ്പം നോം ചോംസ്കി പോലെ ഒരു ചിന്തകൻ, അദ്ദേഹത്തിന് അമേരിക്കയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ അമേരിക്കൻ പറ്റിയുള്ള വിമർശനങ്ങൾ അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പറയുകയും, എന്നാൽ നോം ചോംസ്കി എന്ന് പറയുന്ന അമേരിക്കൻ പൗരൻ്റെ സെക്യൂരിറ്റി ഉൾപ്പെടെ അമേരിക്കൻ സർക്കാർ നോക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്തിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ അമേരിക്കയ്ക്കെതിരായിട്ടൊരു നിലപാടെടുക്കുന്ന ആൾ ഈ ലിബറൽ വാല്യൂസിൻ്റെ പേരിൽ അമേരിക്ക തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കണം. ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ അമേരിക്കക്കാരനായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ടൊരു ഇന്ത്യക്കാരനാകാൻ ഇനി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ബുദ്ധിപൂർവ്വമാണോ അങ്ങനെ ചെയ്യുന്നതും എന്നുള്ളത് കാര്യത്തിലും. കാരണം ആ ഒരു മാറ്റം അമേരിക്കയിൽ വന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. ലിബറൽ ആ ഒരു ലിബറൽ വാല്യൂസ് എന്ന് പറയുന്നത്. എന്നാലും ഈ പ്രതിപക്ഷം അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ലിബറൽ ആളുകളെ അമേരിക്കയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ചികിത്സയ്ക്ക് കേരളത്തിലെങ്ങും ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തതുപോലെ അമേരിക്കയിൽ വന്ന് ചികിത്സയ്ക്ക് കൊണ്ടുവരും. അവിടെയാണ് ആ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇത്രയും കുറ്റം പറയുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ ലിബറൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് വരുന്ന ചികിത്സയ്ക്ക്? നമ്മളാരും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതുകൊണ്ട് പക്ഷേ എത്ര സെൻസിറ്റീവാണ് ഒരു ഡ്രൈ ആയ ഒരു സബ്ജക്റ്റിന് എത്ര സെൻസിറ്റീവായിട്ടാണ് ആളുകൾ കൈകാര്യം ചെയ്തത്. തീർച്ചയായും ശരിയാ. ഒരു കാര്യം നേരത്തെ നമ്മൾ ഈ ഡിപ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, അപ്പോൾ അതിലെ നമ്മൾ ആ ഒരു കേസ് ഹിസ്റ്ററി കൂടി പറഞ്ഞു പോകാം. നമുക്ക് ഫാക്ച്വലായിട്ട് തന്നെ സംസാരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതാണല്ലോ അതിലെ വിഷയം. ഇതിൽ ഞാൻ നേരത്തെ പഞ്ചാബ് പറഞ്ഞിരുന്നു. അതിൽ സന്ദീപ് സിംഗ്, പ്രദീപ് സിംഗ്, ഈ രണ്ടുപേരും താങ്കൾ പറഞ്ഞ ശരിയാണ്, 2023 ഒരു മർഡർ കേസിൽ വാണ്ടഡ് ലിസ്റ്റിലുള്ള രണ്ടുപേരാണ്. അപ്പോൾ ആ രണ്ടുപേര് അക്രമികളായി മാറും എന്ന് ഉള്ള ഒരു ആശങ്കയാകാമല്ലോ ഒരു പക്ഷേ ഉണ്ടാവുക. ബാക്കിയുള്ളവരെല്ലാം ഈ ഡോങ്കി റൂട്ട് വഴി പോയ ആളുകളാണ്, ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയ ആളുകളാണ് വന്ന 104 പേരും. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് എസ് ജയശങ്കർ തന്നെ ഇക്കാര്യത്തിൽ കൃഷ്ണകിഷോറേട്ടനൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ എസ് ജയശങ്കർ അടക്കം ഉള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഫെയർ ട്രീറ്റ്മെൻറ്റ് ഫോർ ഇന്ത്യൻസ് എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം ആ 2 ഡിപ്പോർട്ടേഷൻ ആക്ടിവിറ്റീസിന് ശേഷം ഇപ്പോഴും ഇതുപോലെ അനധികൃതമായി വന്നവരെ തിരിച്ചയക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഷാക്കിൾസിലോ ഹാൻഡ്കഫിലോ അല്ല. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ ന്യൂസ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ കേരള. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. അല്ലാതെ വരുന്നവരും ഇപ്പോഴും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ വന്നിറങ്ങുന്നുണ്ട്. പക്ഷേ അത് നരേന്ദ്രമോദിയെ കുറ്റം പറയാനായിട്ടുള്ള ഒരു അവസരം അല്ലാത്തത് കൊണ്ട് അത് ആരും എടുത്തു പറയുന്നില്ല എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്നത് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇറങ്ങുന്നവരുടെ ദൃശ്യങ്ങൾ അമേരിക്കൻ ഇത് ഒരു പുറത്തു വിടുന്നില്ല, മറ്റേത് ഔദ്യോഗികമായി പുറത്തു വിട്ടതാണ്. അതന്നെ പറഞ്ഞേ.
കയ്യും കാലും കെട്ടി പുറത്ത് വിട്ടാണ് ആ വിഷ്വൽ പുറത്ത് വിട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് രാജ്യത്തിന് ഇടപെടാൻ കഴിയാത്ത ടു പറഞ്ഞത്. ഫ്ലൈറ്റ്സ് നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലായി. കാരണം 2 ഫ്ലൈറ്റുകൾ അമേരിക്കയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഇവ നിങ്ങൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ഒന്നും എന്തായാലും കേരളത്തിലേക്ക്, കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും വരില്ല. അപ്പോൾ അവിടെ ഇത് വന്നിട്ടില്ല. വന്നെങ്കിൽ കിഷോറേട്ടൻ റിപ്പോർട്ട് ചെയ്തതിനെ, മധു കൊട്ടാരക്കർ റിപ്പോർട്ട് ചെയ്തതിനെ, അതർ പേഴ്സൺസ് ഫ്രം ഹിയർ റിപ്പോർട്ട് ചെയ്തതിനെ. ഇഷ്യൂ അതല്ല, ആ വിഷ്വൽ അമേരിക്ക പബ്ലിഷ് ചെയ്തു, ലോകത്തെ കാണിച്ചു. അത് കാണിച്ചു കൊടുത്താണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനുള്ള ശിക്ഷ ഇതാണ്. ഐ ആം സ്റ്റേൺ ഓൺ ദിസ് എന്ന് ട്രംപിന്റെ വാർണിംഗ് ആണ്. എഡിറ്റേഴ്സ് ഡെസ്കായി മാറുകയാണെന്ന് തോന്നുന്നു. സുനിൽ എന്നെ പിടിച്ചിരിക്കുന്നു. സുനിൽ ട്രൈസ്റ്റാറിനെ ഞാൻ പറഞ്ഞ സുജയ് പാർവതിയൊക്കെ സൂക്ഷിക്കണം. കാരണം നമ്മൾ B1 B2 വിസയിലാണ്. പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ P1 വിസ എടുക്കണം. ഒരു പ്രത്യേക അറിയിപ്പ് നൽകുന്നുണ്ട് സുനിൽ ട്രൈസ്റ്റാറിനെ. അതായത് ന്യൂയോർക്ക് ടൈംസ് ഇവിടെ നെഗറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കഴിഞ്ഞ 40 വർഷത്തിലധികമായി സ്ഥിരമായി ന്യൂയോർക്ക് ടൈംസ് വായിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് mid-80s or late 80s സ്റ്റീവൻ വെയ്സ്മാൻ ഡൽഹി ബ്യൂറോ ചീഫായിട്ടിരുന്നപ്പം അന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടിംഗ് അദ്ദേഹം ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം ഇപ്പം കവർ ചെയ്യുന്നത് നമ്മുടെ മുജീബ് മാഷലും സോമിനി സെൻഗുപ്തയും പോലുള്ള ഇന്ത്യൻ റിപ്പോർട്ടേഴ്സാണ് കൂടുതൽ എഴുതുന്നത്. എന്നാൽ അവർ സ്റ്റീവൻ വെയ്സ്മാനെക്കാട്ടി കൂടുതൽ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടിങ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇന്ത്യൻസ് ആയിട്ടും അവർക്ക് ആ ഒരു കൺസെപ്റ്റ് മാറ്റി തിരുത്തി എഴുതാൻ അവർക്ക് സാധിക്കുമെങ്കിലും അവർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് സാറിൻ്റെ അഭിപ്രായം? ഞാൻ പുറത്ത് നിൽക്കുന്ന ഞാനല്ല അതിനെക്കുറിച്ചിട്ട് പറയേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അന്തരീക്ഷം മാറി എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതെ തരമില്ല. ഇവിടെ ഏത് തരത്തിലും ഇപ്പം നമ്മളെ തന്നെ നമ്മൾ സ്വയം വളരെ വലിയ ലിബറലാണെന്ന് പ്രഖ്യാപിച്ചിട്ട് മറ്റുള്ള എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഉണ്ടായ ഒരു മാറ്റമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ആ തരത്തിലുള്ള റൈറ്റ് വിങ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുമ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റു കാര്യങ്ങളുള്ളൂ, മറ്റ് രാജ്യങ്ങളുടെ കാര്യമുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നതിൽ ഒരു തെറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു മനോഭാവം പലപ്പോഴും അത്രയ്ക്ക് ഫാഷനബിൾ ആയിരിക്കത്തില്ല ഇന്ത്യയിലൊക്കെ. ഇപ്പം ഞാനിവിടെ ട്രംപ് മത്സരിക്കുന്ന സമയത്ത് തന്നെ കമല ഹാരിസിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന സമയത്തും ഞാനവിടെ ചാനലിൽ ഒരു കാര്യം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഈ കമല ഹാരിസിന് വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഞാൻ കമല ഹാരിസിൻ്റെ കൂടെയാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ട്രംപിനെ വേറൊരു തരത്തിൽ ഇങ്ങനെ ഒരു ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ട്രംപിന് വോട്ട് ചെയ്യുന്ന കൺസർവേറ്റീവ്സ് അതിങ്ങനെ വിളിച്ചു പറയണമെന്നില്ല, ഞാൻ ട്രംപിനാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് പേടിയാണ്, ഞാൻ ട്രംപിനാണ്, അവർ ചെയ്യാനിരിക്കുന്ന ട്രംപിന് തന്നെയാണ്, ട്രംപിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കുറവുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെന്നുള്ളത് കൊണ്ട് പറയില്ല. അതുകൊണ്ട് ആ പറയാത്ത, പ്രഖ്യാപിക്കാത്ത വോട്ടുകൾ കൂടുതലും ട്രംപിനായിരിക്കും കിട്ടുക എന്നായിരുന്നു എൻ്റെ വിശകലനം. അത് അങ്ങനെയാണ്. അത് നമ്മളിപ്പം ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത അതാണ്. നമ്മൾ ഈ പറയുന്നത് പോലൊന്നുമില്ല, ഉള്ളിൽ ആളുകൾ ഉള്ള റിയാലിറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, നമുക്ക് വളരെ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ റിയാലിറ്റി അതായിരിക്കണമെന്നില്ല. അപ്പോൾ ആ റിയാലിറ്റി ഉൾക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ ചില കാര്യങ്ങളിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ഉയർന്നു വരുന്നു. ഇന്ത്യയുടെ ടാരിഫ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇക്വേഷൻസിനെ, സാമ്പത്തികമായിട്ടുള്ള ഇക്വേഷൻസിനെ ബാധിക്കുന്നു എന്ന് വരുമ്പം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നു. ആ പ്രയോറിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയ്ക്കും അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവം മീഡിയ കാണിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്, മീഡിയയിലുള്ള ആളുകൾ. വളരെ സജീവമായ ഒരു ചർച്ചയായിരുന്നു. ഈ ചർച്ച അവസാനിച്ച് ഇനി നടക്കാൻ പോകുന്നത് അതിലും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്, ലൈവ് ടോക്ക് ഷോ ക്രോസ് ഫയർ. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാ പാനലിസ്റ്റുകളും എല്ലാവരും കൂടി ഒരു ചിത്രമെടുത്ത് നമ്മൾ പിരിയുന്നതാണ്.